കലവറ. ഇന്ന് നമുക്കൊരു ചിക്കൻ പിക്കിൾ ചെയ്യാം. അതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബോൺലെസ് ചിക്കനാണ്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ പിന്നെയും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ചിക്കൻ അരപ്പ് പിടിക്കാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു കഷ്ണം പട്ട, 5 ഏലക്ക, 6 ഗ്രാമ്പു, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 3 ടേബിൾ സ്പൂൺ മല്ലി. ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. സ്റ്റൗ ഓണാക്കി ചിക്കൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 3 മിനിറ്റ് ഇരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്താ വെള്ളമൊക്കെ ഈ പരുവമായി വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, അതുകൊണ്ടൊന്ന് വറ്റേ. ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്ന ആ പീസസിൻ്റെ വലിപ്പം കണ്ടില്ലേ? ഒരുപാട് ചെറുതുമല്ല, എന്നാൽ ഒരുപാട് വലുതുമല്ല. വെന്ത് വന്നപ്പോൾ എന്താ ഇതാണ് അതിൻ്റെ സൈസ്. ഇനി ഒരല്പം വെള്ളമേ ഉള്ളൂ, ഞാൻ ഇല്ലെന്ന് തന്നെ പറയാം. അതുകൂടെ ഇങ്ങനെ ഇളക്കി അങ്ങ് വറ്റിച്ചെടുക്കണം. ആദ്യം ഒരു 3 മിനിറ്റ് 3-4 മിനിറ്റേ ഉള്ള അടച്ച് വെച്ച് വേവിച്ചത്. ബാക്കി സമയം തുറന്ന് വെച്ച് ഇങ്ങനെ ഇളക്കിയായിരുന്നു. വേണ്ട, വെള്ളമൊക്കെ മാറി. സ്റ്റൗ ഓഫ് ചെയ്യാം. മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സാധാരണ പിക്കിളിന് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ചിക്കനുമായിട്ട് ഒരു ടേസ്റ്റ് മാച്ച് ആവുന്നില്ല, അതുകൊണ്ടാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയേ ആകാവുള്ളൂ. കോരിയെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. എണ്ണ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടായിരുന്നു ആദ്യം ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പകുതി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത്. ഇതൊരു 1/2 കപ്പ് ഓയിൽ കാണും. ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയാണ് എടുത്തത്. സ്റ്റൗ ഓണാക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 കപ്പ്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു
പച്ച മണമൊക്കെ ഒന്ന് മാറി അത് അങ്ങനെ വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഈർപ്പം അതെല്ലാം മാറി ഇത് മൂത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 കപ്പ് കാശ്മീരി മുളക് പൊടി, നേരത്തെ പൊടിച്ച് വെച്ചിട്ട് മസാല, കായപ്പൊടി 1/2 ടീസ്പൂൺ, പാത്രത്തിൽ നല്ല ചൂടുണ്ട്. ആ ചൂടിലാണ് ഈ പൊടികളൊക്കെ വഴറ്റിയെടുക്കുന്നത്. ഉപ്പ് ആദ്യം ചേർത്തതേ ഉള്ളായിരുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. മുക്കാൽ കപ്പ് വിനാഗിരി, ഇതിലേക്ക് ചിക്കൻ, വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. ഇത് അല്പം ചാറോടുകൂടി ഇരിക്കണമെന്നുണ്ടെന്നതിൽ 1/2 കപ്പ് വെള്ളം തിളച്ചത് അതിനകത്ത് ചേർത്താൽ മതി. ഇതിങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അരപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പും പുളി എരിവും ഒക്കെ അല്പം കൂടി നിൽക്കണം, എന്നാലേ അതിൽ ഇറച്ചിയിൽ പിടിച്ച് വരുമ്പോഴത്തേക്കും ശരിയാകത്തുള്ളൂ. നമ്മുടെ ചിക്കൻ പിക്കിൾ റെഡിയായി. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഏത് പിക്കിൾ ഇടുമ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി കുപ്പിയിൽ വെക്കും വേണം ഇത് മാറ്റേണ്ടത്. അതല്ലാന്നൊരിയിൽ വെള്ളമയം ഉണ്ടെന്നൊരിയിൽ പെട്ടെന്ന് പിക്കിൾ ചീത്തയായി പോയി ഏത് പിക്കിളാണെങ്കിലും. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.